ഇൻകം ടാക്സ് റെയ്ഡ് കുരുവിള കുഴയുമോ? ടി യു കുരുവിളയെ അടുത്തറിയാവുന്നവർ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന 3 വിശേഷണങ്ങൾ ഉണ്ട്. 1, കമിഴ്ന്നു വീണാൽ കാൽപ്പണം കൊണ്ടേ പൊങ്ങൂ. 2, കാർക്കിച്ചാൽ തുപ്പില്ല, കാരണം അത് പോകുന്നത് പോലും ഇദ്ദേഹത്തിന് സഹിക്കില്ലത്രേ. 3, പി ജെ ജോസഫിൻ്റെ വിശ്വസ്തൻ. അതുകൊണ്ടാണല്ലോ വിമാനയാത്രക്കിടയിൽ കഷ്ടപ്പെട്ട് കൈയിട്ട് സഹയാത്രികയുടെ മാറിൽ പിടിച്ചപ്പോൾ പോകാൻ തുടങ്ങിയ കേരള സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സ്ഥാനം കൈമാറിയത്. കൂട്ടുകാരൻ സഹയാത്രികയുടെ അമ്മിഞ്ഞയിൽ പിടിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സ്ഥാനം വെറുതെ അടുത്തു നിന്ന് തനിക്ക് കിട്ടുന്നത് വലിയ ദൈവാനുഗ്രഹമല്ലേ? തീർച്ചയായും ഇതിനെയാണ് ശരിക്കും നാം ദൈവാനുഗ്രഹം എന്ന് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ കുർലാൻ ചേട്ടൻ മുടിഞ്ഞ ദൈവവിശ്വാസിയുമായിരുന്നു. നാട്ടുകാർ ഇദ്ദേഹത്തെ കുർലാൻ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. KU കുരുവിളച്ചേട്ടൻ എന്ന് വിളിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നാട്ടുകാർ ആ പേര് ലോപിപ്പിച്ച് കുർലാൻ എന്നാക്കി മാറ്റിയത്. കുർലാൻ ചേട്ടൻ വഹിച്ചിരുന്ന പദവികളെല്ലാം 10 കാശുണ്ടാക്കാൻ പറ്റുന്ന പദവികളായിരുന്നു. കേരള സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, കോതമംഗലം MLA, കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് ചെയർമാൻ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ചെയർമാൻ, കേരള കോൺഗ്രസ് J സംസ്ഥാന ട്രഷററും സെക്രട്ടറിയും, വൈസ് ചെയർമാൻ കേരള കോൺഗ്രസ് M, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ്, കീരമ്പാറ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ്, സെയിന്റ് സ്റ്റീഫൻസ് സ്കൂൾ കീരമ്പാറ മാനേജർ, ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കോതമംഗലം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ലേ സെക്രട്ടറി യാക്കോബായ സിറിയൻ ഓർത്തഡോക്സ് സഭ, എറണാകുളം ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മിറ്റി മെമ്പർ, റബ്ബർ ബോർഡ് മെമ്പർ, അങ്ങനെ പോകുന്നു പദവികൾ. യാക്കോബായ സഭാംഗമായ ഇദ്ദേഹം ഷെവലിയർ സ്ഥാനം, മോർ അഫ്രൈം മെഡൽ, കമാൻഡർ സ്ഥാനം, ബാർ എത്തോ ഷാറിറോ എന്നീ സ്ഥാനങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാശ് കൊടുത്താൽ ഈ പദവികൾ ഏത് തീവട്ടിക്കും കിട്ടുന്ന എന്ന അവസ്ഥയ്ക്ക് സഭയിൽ മാറ്റം വന്നത് പുതിയ പാത്രിയാർക്കീസ് വന്നതിന് ശേഷമാണ്. ഇതുകൂടാതെ ലണ്ടനിലെ സൗത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ഓണററി ഡീലിറ്റ് ബിരുദവും ലഭിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് കുർലാൻ ചേട്ടനോട് തന്നെ ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ KG എബ്രഹാം എന്നയാൾക്ക് മൂന്നാറിൽ സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു മേടിച്ച കോടികൾ കബളിപ്പിച്ച വിഷയത്തിൽ കുർലാൻ ചേട്ടന് 2007 സെപ്റ്റംബർ 2 തീയതി രാജിവെക്കേണ്ടതായി വന്നു. പിന്നെ PJ ജോസഫ് കാശ് തിരിച്ചു കൊടുക്കാം എന്ന ഉറപ്പിന്മേലാണ് ആ പ്രശ്നം സെറ്റിലാക്കിയത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിൻ്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ബിനാമികളുടെ പേരിലുള്ള ക്രഷറുകളിലുമെല്ലാം ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയിരുന്നു. കോടികളുടെ കള്ളപ്പണം ഇടപാടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ് നടന്നത്. എന്നാൽ കുർലാൻ ചേട്ടൻ്റെ ബന്ധം കൊണ്ട് ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്ത കൊടുത്തില്ല. അവരാരും ഈ വാർത്ത അറിഞ്ഞതേയില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ക്വാറി ബിനാമികളുടെ മാത്രമല്ല, യാക്കോബായ സഭാംഗങ്ങളായ ചിലരുടെ വീടുകളിലും അവരുടെ സ്ഥാപനങ്ങളിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തിയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ കണ്ട മറ്റു വരുമാന സ്രോതസ്സുകളും പരിശോധിച്ചപ്പോഴാണ് യാക്കോബായ സഭയുടെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിലേക്ക് അന്വേഷണം എത്തിയത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, ഇദ്ദേഹം എന്ത് പദവി വഹിച്ചാലും 10 പുത്തൻ തടയുന്ന പദവികളെ ഇദ്ദേഹം വഹിക്കുകയുള്ളൂ എന്ന്. യാക്കോബായ സഭയുടെ മെഡിക്കൽ കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിശ്വാസികൾ കരുതിയിരിക്കുന്നത് സഭയുടെ അധീനതയിൽ ആണെന്നാണ്. എന്നാൽ പ്രതിവർഷം കോടികളുടെ വരുമാനമുള്ള അവയെല്ലാം ഇന്ന് TU കുരുവിളയുടെയും സംഘത്തിൻ്റെയും പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ട്രസ്റ്റിൻ്റെ കീഴിലാണ്. TU കുരുവിള സെക്രട്ടറിയായ യാക്കോബായ സഭ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ വരവ് ചിലവ് കണക്കുകൾ കഴിഞ്ഞ 22 വർഷമായി ഓഡിറ്റ് ചെയ്യുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്ന പരാതി നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കോടികളുടെ വരുമാനം TU കുരുവിള അടങ്ങുന്ന സഭാവിഴുങ്ങുകൾ വർഷങ്ങളായി കൊണ്ടുപോകുന്നു എന്ന് സഭയ്ക്കുള്ളിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടന്ന റെയ്ഡ്. ഇവരുടെ കള്ളപ്പണത്തിൻ്റെ മുഖ്യ സോഴ്സ് ട്രസ്റ്റിൽ നിന്നും ലഭിക്കുന്ന കോഴപ്പണമാണെന്നാണ് പരാതി. നന്ദൽ കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷനായി 50 ലക്ഷം മുതൽ 70 ലക്ഷം രൂപ വരെ ഈടാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. നാളിതുവരെ തലവരിപ്പണമായും ഫീസായും ഈടാക്കിയ തുക ഓഡിറ്റ് ചെയ്യുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. 24 വർഷം മുമ്പ് തിരഞ്ഞെടുത്ത എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി അന്ന് മുതൽ നാളിതുവരെ TU കുരുവിള തന്നെയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ട്രസ്റ്റിൻ്റെ മുഴുവൻ ഭരണനിർവഹണവും നടത്തുന്നത്, പണം ചിലവഴിക്കുന്നത് TU കുരുവിളയും കുരുവിളയുടെ സിൽബന്ധികളും മാത്രമാണെന്നാണ് കണ്ടെത്തൽ. എഡ്യൂക്കേഷൻ ട്രസ്റ്റ് രൂപീകരിച്ച്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ശേഷം ട്രസ്റ്റിലേക്ക് ഒഴുകിയെത്തിയ കോടികളുടെ വരുമാനം കുരുവിളയുടെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിയെടുത്തതായാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 24 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 3000 കോടി രൂപയെങ്കിലും കോഴ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് അനുമാനം. എഡ്യൂക്കേഷൻ ട്രസ്റ്റിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ കണക്കുകളില്ലാതെ തട്ടിയെടുത്ത് ട്രസ്റ്റ് അംഗങ്ങൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ തുടങ്ങുകയും കണക്കില്ലാതെ ഭൂമി വാങ്ങിക്കൂട്ടിയതായുമാണ് പരാതി. യാക്കോബായ സഭ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സെക്രട്ടറി TU കുരുവിള, യാക്കോബായ സഭ മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗവും KLM ആക്സിവ ഫിൻവെസ്റ്റ്മെന്റ് ഡയറക്ടർ ഷിബു തെക്കുംപുറം എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും TU കുരുവിളയുടെ മകന് പങ്കാളിത്തമുള്ള പെരുമ്പാവൂരിലെ സ്ഥാപനങ്ങളിലും ചേലോട് മാർ ഗ്രിഗോറിയോസ് ഡെന്റൽ കോളേജ്, യാക്കോബായ സഭ മുൻ ട്രസ്റ്റിയും എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഭാരവാഹിയുമായ കമാൻഡർ KA തോമസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷിബു കുര്യാക്കോസ് തുടങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ 20 കേന്ദ്രങ്ങളിലാണ് ഇൻകം ടാക്സ് റെയ്ഡ് നടന്നത്. ഇവരുടെയെല്ലാം കള്ളപ്പണം യാക്കോബായ സഭ മുൻ വർക്കിംഗ് കമ്മിറ്റി അംഗവും KLM ആക്സിവ ഫിൻവെസ്റ്റ്മെന്റ് ഡയറക്ടറുമായ ഷിബു തെക്കുപുറത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ പരാതിയിൽ പറയുന്നത്. ഇന്ത്യയുടെ മുൻ അംബാസഡറായിരുന്ന TP ശ്രീനിവാസനെയാണ് KLM ആക്സിവ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്ന പദവിയിൽ ഇവർ കാണിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സ് റെയ്ഡിനെ തുടർന്ന് കണ്ടെത്തിയ വിവരങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തും എന്നാണ് വിവരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.